അജപാലന ശുശ്രൂഷകൾ അനേകരിലേക്ക് എത്തിക്കുവാൻ ഫ്രാൻസിസ് പാപ്പ പുതിയ രൂപത അനുവദിച്ചതിൻ്റെ ആഹ്ലാദത്തിൽ ഇന്തോനേഷ്യൻ ക്രൈസ്തവർ. ഇക്കഴിഞ്ഞ ജൂൺ 21 കത്തോലിക്ക ഭൂരിപക്ഷ പ്രദേശമായ ഫ്ലോറസ് ദ്വീപിലെ ഈസ്റ്റ് നുസ തെങ്കാര പ്രവിശ്യയിലെ ലബുവാൻ ബാജോ ആസ്ഥാനമാക്കിയാണ് പാപ്പ പുതുതായി രൂപത അനുവദിച്ചത്. സെൻറ്റ് പോൾ പ്രാദേശിക കാത്തലിക് യൂണിവേഴ്സിറ്റിയുടെ റെക്ടറായ മാക്സിമസ് റഗസാണ് പുതിയ രൂപതയുടെ നിയുക്തമെത്രാൻ. ലബുവാൻ ബാജോയിലെ ഹോളി സ്പിരിറ്റ് ദേവാലയത്തിൽ റൂട്ടങ് ബിഷപ്പ് സപ്രിയാനസ് ഹോർമാറ്റാണ് ഇത് സംബന്ധിച്ച പാപ്പായുടെ പ്രഖ്യാപനം അറിയിച്ചത്. നൂറുകണക്കിന് വിശ്വാസികളും അനേകം വൈദികരും പ്രഖ്യാപനത്തിന് സാക്ഷികളായി. ലാബുവാൻ ബാജോയുടെ പുതിയ രൂപതയ്ക്ക് 3141 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. പ്രദേശത്തെ 2,76,000 ജനസംഖ്യയിൽ 2,15,000-ലധികം പേരും കത്തോലിക്ക വിശ്വാസികളാണ്. 25 ഇടവകകളും 67 രൂപതാ വൈദികരും 23 സന്യാസ വൈദികരും രൂപതയുടെ ഭാഗമാണ്. 78 സന്യസ്തരാണ് രൂപതാ പരിധിയിൽ സേവനം ചെയ്യുന്നത്. പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ പ്രദേശത്തെ ഉൾക്കൊള്ളുന്നതാണ് ലബുവാൻ ബാജോയുടെ പുതിയ രൂപത. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇന്തോനേഷ്യൻ ദ്വീപസമൂഹത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിലെ പർവ്വതനിരകളുടെ ഒരു വിദൂര പ്രദേശമായിരുന്നിത്. എന്നാൽ ഇന്ന് അത് ഏറ്റവും ജനപ്രിയമായ വിദേശ അവധിക്കാല കേന്ദ്രങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ്. അതേസമയം ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യയിൽ ക്രൈസ്തവ വിശ്വാസം അതിവേഗം വ്യാപിക്കുന്നതിൻ്റെ സൂചനയുടെ ഭാഗമായാണ് പുതിയ രൂപതയുടെ സ്ഥാപനത്തെ ഏവരും നോക്കിക്കാണുന്നത്.